ചില ക്യാൻസറുകൾക്ക് നമ്മുടെ ശരീരം തന്നെ കാണിച്ചു തരുന്ന ഏർലി വാർണിംഗ് സൈൻസ് അല്ലെങ്കിൽ അപായ സൂചനകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അപായ സൂചന എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ചുമയാണ്. ചില ആൾക്കാർക്ക് 3 ആഴ്ചയോ 1 മാസമോ 2 മാസമോ 4 മാസമോ ഒക്കെ ആയിട്ടുള്ള ചുമയുണ്ടാവും. അതെപ്പോഴും ക്യാൻസർ ആവണമെന്ന് നിർബന്ധമില്ല, പക്ഷേ മസ്റ്റായിട്ടും അതൊരു ഡോക്ടറെ കാണിച്ചിട്ട് വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് ഉറപ്പാക്കുക. രണ്ടാമത്തത് എല്ലാവരും അവോയ്ഡ് ചെയ്യുന്ന ഒരു സാധനമാണ് ബ്ലാക്ക് കളർ സ്റ്റൂൾ, അതായത് മലത്തിനകത്ത് കറുത്ത കളർ വരിക. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഇൻറ്റസ്റ്റൈനകത്ത് ഒരു ബ്ലീഡ് കൊണ്ട് മാത്രമേ വരൂ. അത് എപ്പോഴും ക്യാൻസർ ആണെന്നല്ല ഞാൻ പറയുന്നത്. സോ നമുക്ക് എപ്പോഴെങ്കിലും ബ്ലാക്ക് കളറിൽ മലം വരുന്നുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് അത് വേറൊന്നും അല്ല എന്ന് കൺഫേം ചെയ്യുക. മൂന്നാമത്തതെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ഏതെങ്കിലും മറുക് വലുതാവുന്നുണ്ടെങ്കിൽ അത് നിർബന്ധമായും ശ്രദ്ധിച്ചിരിക്കണം. മറുകെന്ന് പറയുന്നത് നോർമലാണ്, എത്ര എണ്ണം ഉണ്ടെങ്കിലും അതിൻ്റെ സൈസ് തുടക്കത്തിൽ എത്രയാണെങ്കിലും, പക്ഷേ അതിൻ്റെ സൈസ് കൂടുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ആ മറുകിനകത്ത് രോമം ഇല്ലായിരുന്ന മറുകിനകത്ത് രോമം കിളിച്ചു വരികയും ഇത് രണ്ടും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് അത് മെലനോമ അല്ല എന്ന് ഉറപ്പ് വരുത്തുക. നാലാമത്തതെന്ന് പറയുന്നത് നമ്മുടെ ശബ്ദത്തിനുണ്ടാകുന്ന വ്യത്യാസമാണ്. ഇപ്പോൾ നമുക്ക് പനിയും ചുമയൊക്കെ വരുമ്പോൾ ചെറിയ ശബ്ദത്തിനുള്ള വ്യത്യാസം വരാൻ, പക്ഷേ പെർസിസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ശബ്ദത്തിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിലോ നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ തൊണ്ടയിൽ എന്തെങ്കിലും തടയുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിലോ മസ്റ്റായിട്ടും നിങ്ങളൊരു ENT ഡോക്ടറെ കണ്ടിരിക്കണം. വേറൊന്നിനും വേണ്ടിയല്ല, വേറൊന്നും ഇല്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട്. അഞ്ചാമത്തതെന്ന് പറയുന്നത് നോൺ ഹീലിംഗ് അൾസറാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഉണങ്ങാത്ത മുറിവുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ഓറൽ ക്യാവിറ്റിയിൽ വായിക്കകത്ത് മുറിവുണ്ടെങ്കിലും, നിങ്ങൾ എന്തെങ്കിലും ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്ന ആളാണെങ്കിലും ഉണങ്ങാത്ത മുറിവുണ്ടെങ്കിലും നിർബന്ധമായൊരു ഡോക്ടറെ കണ്ടിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പാക്കുക. ഞാനീ പറഞ്ഞതെല്ലാം ക്യാൻസർ ആവണമെന്നല്ല, 99% ഇത് ക്യാൻസർ അല്ലായിരിക്കാം, പക്ഷേ ബാക്കി വരുന്ന 1% നമ്മൾ മിസ് ചെയ്യരുത്. കാരണം ഇത്തരം കാർസിനോമാസ് നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്യുകയും നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്താൽ 2 ഗുണങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ട്രീറ്റ്മെൻറ്റ് വളരെ ലളിതമായി ചെയ്യാൻ പറ്റും. രണ്ടാമത്തത് ഇതിൻ്റെ സക്സസ് റേറ്റും വളരെ കൂടുതലായിരിക്കും. സോ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ ആരും മറക്കണ്ട.